പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ്. റോമാലേഖനം തന്നെ 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം കൂടി നാം ഒന്ന് പഠിക്കുകയാണ്. ഇന്നലെ നാം 1-ാം വചനമാണ് പഠിച്ചത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കാൻ. ഇന്ന് പഠിക്കുന്ന വചനം റോമാലേഖനം, വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വചനമാണ്. The letter of Saint Paul to the Romans, chapter 12, verse 2. അതിങ്ങനെയാണ് നമ്മോട് പറയുന്നത്: നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. പ്രീതികരവും ദൈവത്തിന് പ്രീതികരവും നല്ലതും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത് എപ്പോഴാ? നാം നമ്മുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ ഇന്നലെ കണ്ട ഒരു വചനം ഓർക്കുന്നത്, കഴിഞ്ഞ ദിവസം നാം കണ്ട ഒരു വചനം ഓർക്കുന്നില്ലേ? സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, വെളിപാട് പുസ്തകം 21-ാം അധ്യായം 5-ാം, ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു. നമ്മുടെ ജീവിതം അനുനിമിഷവും നവീകരിക്കപ്പെടേണ്ട ഒരു ജീവിതമാണെന്ന് നാം മനസ്സിലാക്കണം. Do not be conformed to this world. അതാണ് പറയുന്നത്. വിശുദ്ധ പൗലോസ് പറയുകയാണ്, സെയിന്റ് പോൾ പറയുകയാണ്, do not be conformed to this world, but be transformed by the renewing of your minds, so that you may discern what is the will of God. What is the will of God, which is good, acceptable and perfect. Which is good and acceptable and perfect. അതായത് നല്ലതും പ്രീതികരവും ദൈവത്തിന് പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായി കാത്തുസൂക്ഷിക്കുമ്പോഴാണ്, അനുനിമിഷം അനുദിനം നവീകരിക്കപ്പെടുമ്പോഴാണ്. ഓർക്കുക, നമ്മുടെ ജീവിതം നവീകരിക്കപ്പെട്ട വിശുദ്ധമായ ഒരു ജീവിതമായി മാറുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ആമേൻ.